പാക്സ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേരുന്നു. കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ തോന്നും. പാക്സിന്റെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇന്ത്യ ചേരുക? പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. അതായത് പാക് സിലിക്ക എന്ന് പറയുന്ന ആധുനിക കാലത്തിന് ആവശ്യമായ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനകത്തേക്ക് ഇപ്പോൾ ഇന്ത്യ ചേർന്നു എന്നാണ്. ആ കൂട്ടായ്മയിൽ പാകിസ്ഥാൻ ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാക് സിലിക്ക എന്ന് പറഞ്ഞാൽ അപൂർവ ധാതുക്കളുടെയും അതുപോലെ തന്നെ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെയും ഒക്കെ തന്നെ ആവശ്യകതയനുസരിച്ച് അത് ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ തന്നെ പരസ്പരം ഐക്യത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം രാജ്യങ്ങൾ. ഇതിൽ അമേരിക്കയാണ് നേതൃത്വം നൽകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചു. 500% തീരുവയൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ചൈനയ്ക്ക് മേലും ഇതുപോലെ തന്നെ തീരുവ യുദ്ധം കൊണ്ടുവന്നു. ചൈന അതോടുകൂടി ഒരു കാര്യം ചെയ്തു. അവരുടെ രാജ്യത്ത് നിന്ന് അപൂർവ ധാതുക്കളുടെ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ ഇതിൻ്റെയൊക്കെ തന്നെ ഈ കയറ്റുമതി അമേരിക്കയ്ക്കുള്ളത് അങ്ങ് നിർത്തിവെച്ചു. ഇതോടുകൂടി അമേരിക്ക പെട്ടു. കാരണം അവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല, ആയുധങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായ ചിപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ട മൂലകങ്ങളൊന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥ. അമേരിക്ക അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആഗോളതലത്തിൽ ഇതിൻ്റെ കുത്തക ചൈന നേടിയെടുത്തു കഴിഞ്ഞു. ഇനി അമേരിക്കയ്ക്ക് അതിലേക്ക് കടന്നു കയറാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല ഈ ചൈനയുടെ ഒരു മാൻ പവർ എന്ന് പറയുന്നത് അമേരിക്ക കരുതുന്നതിനപ്പുറമാണ്. അങ്ങനെ ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതോടുകൂടി അമേരിക്ക മനസ്സിലാക്കി നമുക്കും ഒരു കൂട്ടായ്മ വേണം. അതായത് പുതിയ കാലത്ത് തോക്കിനേക്കാളും ബോംബിനേക്കാളും ഒക്കെ തന്നെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് ഇത്തിരി കുഞ്ഞൻ ചിപ്പുകളാണ്. ഈ ചിപ്പുകൾ ഉണ്ടെങ്കിലേ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, തോക്കും മിസൈലും അടക്കമുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സുകൾ ഇതൊക്കെ തന്നെ നിർമ്മിക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ തന്നെ നിന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അമേരിക്ക, UK, ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെ 7 രാജ്യങ്ങൾ ചേർന്ന് ഈ പാക് സിലിക്ക എന്ന് പറയുന്ന കൂട്ടായ്മ ഉണ്ടാക്കി. അതിനുശേഷം പതുക്കെ അതിനകത്തേക്ക് ഖത്തർ വന്നു ചേരുന്നു, അതിലേക്ക് നെതർലൻഡ് വന്നു ചേരുന്നു. അങ്ങനെ അറബ് രാജ്യങ്ങളെല്ലാം വന്നു ചേർന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യം ഇന്ത്യ കൂടി അതിൽ വന്നു ചേരണമെന്നാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ട് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവിടെ തന്നെ ഈ ടെക്നിക്കൽ മേഖലയിൽ വലിയ അവഗാഹമുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഇവരുടെ സേവനം ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നു. മാത്രമല്ല ഇന്ത്യയിലും അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരമുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക ഉൾപ്പെടുന്ന ഒരു സഖ്യത്തിൽ നിൽക്കണമെന്നുള്ളത് ട്രംപിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി കുറച്ച് കാലമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറുന്ന ലോകത്ത് സാങ്കേതിക രംഗത്ത് അപ്രമാദിത്വം ഉറപ്പിക്കാനായിട്ട് ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ രൂപപ്പെടുന്നു. ആ കൂട്ടായ്മയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താനായിട്ട് അമേരിക്ക ശ്രമിച്ചിട്ടും നമ്മൾ ആദ്യം ചേർന്നില്ല. കാരണം നമുക്കെതിരെ വ്യാപാര യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ കാലം കുറച്ച് കഴിഞ്ഞ് നമ്മൾ AI സബ്മിറ്റ് ഒക്കെ ഇവിടെ നടക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവരൊക്കെ വരുന്നു. ആ സമയത്ത് ഇന്ത്യയെ കൂടെ അതിലേക്ക് ചേർക്കാനായിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഒടുവിൽ ഈ ചിപ്പ് ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായ തായ്വാന്, അതുപോലെ തന്നെ ചില ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സെമി കണ്ടക്ടർ മേഖലയിൽ ചൈന പുലർത്തുന്ന ആധിപത്യത്തെ വെല്ലുവിളിക്കാനായിട്ട് പാക് സിലിക്ക ഒരു പവർഫുൾ കൂട്ടായ്മയായിട്ട് വരുന്നത്. അങ്ങനെ ഇന്ത്യയും അതിനകത്ത് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാം, പങ്കാളികളാകാം. പാക് സിലിക്ക എന്ന് പറഞ്ഞാൽ പാക്സ് എന്ന് പറയുന്ന ലാറ്റിൻ പദമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമാധാനം എന്നാണ്. ഇനി ഈ ചിപ്പ് ഉൽപ്പാദനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് സിലിക്കൺ. അതോടെ ചേർത്തിട്ടാണ് സിലിക്ക എന്ന പദം ചേർത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടും ചേർന്നാൽ പുതിയ സാങ്കേതിക വിദ്യയ്ക്കുള്ള വിതരണ ശൃംഖല സമാധാനവും അഭിവൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നർത്ഥത്തിലാണ് പാക് സിലിക്ക എന്ന് പറയുന്ന പദം വന്നത്. ഇതിൽ ഇന്ത്യ കൂടി പങ്കാളികളായതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ താല്പര്യമായി. കാരണം ഈ ചൈനയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവിടുത്തെ മാൻ പവറാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും അതുപോലെ ശക്തമായ മാൻ പവർ ഉണ്ട്, അമേരിക്കയ്ക്ക് അതില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ കൂട്ടാതെ അവർ മുന്നോട്ട് പോയാൽ ഇന്ത്യ മറുചേരിയിലേക്ക് മാറുന്നത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നിലവിൽ നമ്മൾ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുന്നു, 4ാമത്തെ സൈനിക ശക്തിയായി മാറുന്നു. ഏഷ്യയിൽ ചൈനയ്ക്ക് എന്നതുപോലെയുള്ള ഒരു ശക്തമായ സൈനിക വ്യൂഹം ഇന്ത്യക്കുണ്ടെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നു. ആര്? ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മയിലേക്ക് ഇവർ പോകുന്നത്. ശരിക്കും ആധുനിക യുഗത്തിൽ ആഗോള ശക്തികളുടെ
കൈകോർക്കുന്ന ഒരു പുതിയ കൂട്ടായ്മയായിട്ട് ഈ പാക്സ് സിലിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാക്സ് സിലിക്ക എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ സഖ്യത്തിൽ ഇപ്പോൾ ഇന്ത്യയും കടന്നു വരുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഭൂമിയിലെ അപൂർവ മൂലകങ്ങൾ ഇന്ത്യക്കും ചൈനയെ അമിതമായി ആശ്രയിക്കേണ്ടി വരില്ല. കാരണം ഇപ്പോൾ ചൈനയാണ് ഇത്തരം മൂലകങ്ങളെല്ലാം തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത്. അത് ഈ പറയുന്നതിനെ ഖനനം ചെയ്തെടുക്കണം, എന്നിട്ട് അതിനെ ഉപയോഗയോഗ്യമായ രീതിയിൽ സ്മൂത്ത് ആക്കിയെടുക്കണം. ഇതെല്ലാം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും അതിൻ്റെ കുത്തകാവകാശം ചൈനയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചൈന വരും കാലഘട്ടത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഏഷ്യൻ രാജ്യമായ ഇന്ത്യയുടെ ഒരു പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് പാക് സിലിക്കയിൽ ഇപ്പോൾ ഇന്ത്യയെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് അമേരിക്ക തയ്യാറായതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കൂട്ടായ്മയിൽ ഇന്ത്യ വന്നതോടുകൂടി അപൂർവ ധാതുക്കളുടെ മൂലകങ്ങളുടെയൊക്കെ തന്നെ ഈ പങ്കാളിത്തം, അതായത് പരസ്പരം അത് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ചൈന പോലെ ഒരു കുത്തക രാജ്യം ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞൊരു നിലപാടെടുത്താൽ മറ്റ് രാജ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. നമീബിയയിൽ പോയിരുന്നു, ഘാനയിൽ പോയിരുന്നു. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുണ്ട്. ആ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പുതിയ പുതിയ നയതന്ത്ര ബന്ധം പുലർത്തിയതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായത്. അങ്ങനെയാണ് അമേരിക്ക എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൂടെ ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും ഈ സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് പുതിയ ലോകത്തിൻ്റെ വികസനത്തിന് വളരെ അത്യാവശ്യമാണെന്ന് എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട്. അത് കണ്ടെത്തി നമ്മളും അത്തരം ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏഷ്യയിലെ 2 രാജ്യങ്ങളാവും ലോകത്തിലെ ഈ അപൂർവ ധാതുക്കളുടെ കുത്തക നിയന്ത്രിക്കുന്നത്. നിലവിൽ ചൈനയ്ക്കാണ് ഇതിൻ്റെ സാങ്കേതികവിദ്യയൊക്കെ കയ്യിലുള്ളത്, ചൈനയ്ക്കാണ് ഇതിൻ്റെ കുത്തകാവകാശമുള്ളത്. എങ്കിലും ഇന്ത്യ ഇതേപോലെ തന്നെയുള്ള ചില ബന്ധങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും പുലർത്തുന്നുണ്ട്. അപ്പോൾ ചൈന എന്ന് പറയുന്ന ഒരു ചൂഷക രാജ്യമാണെന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ ആവശ്യപ്പെട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടോ കരാറിൽ ഒപ്പിട്ടാൽ ഇരു കൂട്ടർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചൈനയാണെങ്കിൽ അത് ചൂഷണം ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യുന്ന, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഈക്വൽ പദ്ധതി, ഈക്വൽ പ്രൊജക്റ്റ്, അതാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഇപ്പോൾ പാക് സിലിക്കയിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിർത്തിവെച്ചാൽ പോലും മറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഓസ്ട്രേലിയക്കും ഇതിനകത്തൊരു നിർണായക റോളുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും ഇന്തോനേഷ്യയും സൗത്ത് കൊറിയയും നെതർലൻഡും UAEയും ഖത്തറും എല്ലാം കൂടി ചേരുമ്പോൾ ആധുനിക കാലത്തെ ഏറ്റവും പവർഫുൾ കൂട്ടായ്മയായിട്ട് അത് മാറുകയാണ്. ബോംബിനേക്കാളും തോക്കിനേക്കാളും ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കുഞ്ഞൻ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും അത്യന്താപേക്ഷികമായ മൂലകങ്ങളുടെയും അപൂർവ ധാതുക്കളുടെയും വലിയ ശേഖരങ്ങൾ പങ്കുവെക്കാൻ ഇനി ഈ കൂട്ടായ്മയ്ക്ക് കഴിയും. അങ്ങനെയാണ് ഇന്ത്യ ഈ പാക്സ് ഗ്രൂപ്പിൽ എത്തിയെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.